ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരുവിധം എല്ലാ ഡിഷിൻ്റെ കൂടെയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. തലേ ദിവസം ഒരു കപ്പ് ഗ്രീൻ പീസ് കുതിർത്തി വെച്ചതാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുകെ കീറിയതും അതുപോലെ തന്നെ 4 വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രഷർ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടണം, നല്ല വെന്തിട്ട് ഉടഞ്ഞ് കിട്ടണം, അപ്പോഴേ ഈ കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും ദോശയൊന്ന് ചുട്ടെടുക്കുകയാണ്. ഇന്ന് ദോശമാവ് പാക്കറ്റ് വാങ്ങിയതാണ്. ദോശമാവിൻ്റെ പാക്ക് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങാറുണ്ട്. ദോശമാവിൻ്റെ പാക്ക് പൊട്ടിച്ചിട്ട് മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവ് ഇതാ നന്നായിട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ ഗ്രീൻ പീസ് 7 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രീൻ പീസ് കറിയുടെ മുകളിൽ ലേശം മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച ഗ്രീൻ പീസ് കറി ഇതുവരെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അപ്പം, ഇടിയപ്പം, പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ദോശയും ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം കുടിക്കാനുള്ള ചായയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പാലൊഴിച്ചിട്ടാണ് ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. ചായ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.